guys, welcome back to Creative Bliss by Nasifa. ഇന്നത്തെ വീഡിയോ ടൈറ്റിലിൽ കണ്ടതുപോലെ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് സയൻസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കുന്നുണ്ട്. പഠിച്ചാൽ അതിന് ടിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 10 മുതലാണ്. അപ്പോൾ ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ പഠിക്കുന്നത്. 1 വീക്ക് ബിഫോർ തന്നെ ഇരുന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എക്സാമിന് തൊട്ട് മുമ്പ് ഇരുന്നിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പോണൻറ്റ്സ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നും ഉണ്ടാകുന്ന ഫുഡ്സിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എക്സാം തുടങ്ങിയോ ഇല്ലേ എന്നൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ എങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് പഠിക്കുന്നതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പഠിക്കുന്നത്. ആദ്യം ചാപ്റ്റർ ഒന്ന് ഫുള്ളായിട്ട് വായിച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ എക്സസൈസൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് ബൈ ഹാർട്ടായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ പഠിച്ചെടുക്കും. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കണം. നമുക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതിൻ്റെ ആൻസർ എന്താണെന്നിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പഠിക്കാൻ. എന്നാലും നമുക്ക് നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, അതിന് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അത്രയാണ് ഈ ചാപ്റ്ററിൽ ഞാൻ പഠിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ റമളാൻ മാസമായി, അതുകൊണ്ട് എല്ലാവർക്കും റമളാൻ മുബാറക്. എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ വീഡിയോസൊക്കെ കണ്ടിന്യൂസ്ലി ആയിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബുക്കൊക്കെ അടച്ച് വെച്ചിട്ട് നമ്മുടെ ഈവനിങ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈവനിങ് സ്നാക്കായിട്ട് പഫ്സും അതേപോലെ ചായയും കൂട്ടി കഴിച്ചു കൊടുത്തു. പിന്നെ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തെടുത്തതാണ്. എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇന്ന് റമളാനല്ലേ, അപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും റമളാനിൽ എന്താ ഞാൻ പഫ്സൊക്കെ കഴിക്കുന്നതെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഇതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ബുക്ക് എടുത്തു. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ബുക്ക് എടുത്തിരുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പം എനിക്കറിയാലോ എത്ര പേർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.